കർക്കിടക മാസത്തിൽ ഇലക്കറികൾ കഴിക്കണം എന്നാണല്ലോ പറയുന്നത്. ഇത്തവണ നാട്ടിലുണ്ടായിരുന്നു കർക്കിടകത്തിൽ. അപ്പം അമ്മ പറഞ്ഞു ചേനയിലത്തോരൻ ഉണ്ടാക്കി തരാമെന്ന്. സോ ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ ചേനയിലത്തോരൻ കൂട്ടി ഉണ്ണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ചേന കൃഷി ഉള്ളതുകൊണ്ട് തന്നെ അമ്മ ദാ ഇലയൊക്കെ പറിച്ചു. അതെല്ലാം ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് അരിയണം. ഈ പരിപാടിക്ക് ഞാൻ അധികം ഹെൽപ്പ് ചെയ്യത്തില്ല കേട്ടോ, കാരണം കൈ ചൊറിയുമോ എന്നുള്ള പേടി. അതിന് പകരം വേറെ പരിപാടികളിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും തന്നെ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ഞാൻ കയ്യിലൊക്കെ കവറൊക്കെ ഇട്ടിട്ട്, ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് കയ്യിൽ കവറൊക്കെ ഇട്ടിട്ട് ഞാൻ എന്താ ചേനയിലൊക്കെ ഒരുക്കി കൊടുത്ത് അമ്മയ്ക്ക് എളുപ്പത്തിന്. അങ്ങനെ അമ്മ ദാ ചേനയിലത്തോരൻ വെക്കാൻ പോവാണ്. ആദ്യം തന്നെ മഞ്ഞളും ഉപ്പും തിരുമ്മി കുറച്ച് നേരം വെച്ചു. ഇനിയിപ്പോൾ സിമ്പിളാണ്, കടുവറ അത്രേ ഉള്ളൂ. സാധാരണ നമ്മുടെ തോരൻ വെക്കുന്ന പോലെ തന്നെ കടുവറുത്തിട്ട് ഈ ചേനയില അതിനകത്തിലേക്ക് ഇട്ട് വെക്കുക, കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കുക. അത് കഴിഞ്ഞ് തേങ്ങയിട്ട് ഇളക്കുക, എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ അടച്ച് വെച്ചിട്ട് വേവിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ പരിപാടി. വേറെ വെള്ളമൊന്നും ഒഴിക്കുകയൊന്നും വേണ്ട. അങ്ങനെ നല്ല സ്വാദുള്ള നാടൻ ചേനയില തോരൻ റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ, ഉച്ചയാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് ഇത് കൂട്ടി കഴിക്കണം. കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ എൻ്റെ ഇല്ലത്ത് പൂജ നടക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് എല്ലാവരും ഇവിടെയാണ്. അപ്പോൾ അനിയനും എല്ലാവരും ഉണ്ടായിരുന്നു ഊണ് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേനയിലത്തോരനും കൂട്ടി നല്ല കിടിലൻ ഊണും കഴിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കർക്കിടകത്തിൽ ചേനയിലത്തോരൻ വെക്കാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ.